ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കേരള പോലീസിലെ 2 വമ്പൻ സ്രാവുകളെ കുറിച്ചാണ്. സർവീസിലിരുന്നപ്പോൾ നിയമം അവരുടെ കയ്യിലെ പുസ്തകമായിരുന്നു. എന്നാൽ റിട്ടയർമെന്റ് എന്ന വാതിലിനെ പുറത്തിറങ്ങിയപ്പോൾ അതേ നിയമം അവർക്ക് വെറും പുല്ലും നക്ഷത്രപ്പൊട്ടുമായി മാറി. നമ്മൾ സാധാരണക്കാർ ഹെൽമെറ്റ് വെച്ചില്ലെങ്കിൽ ക്യാമറ കണ്ണ് തുറക്കും, പിഴ വരും. എന്നാൽ നിയമം പഠിപ്പിച്ചവർ തന്നെ അത് ലംഘിക്കുമ്പോൾ നമ്മൾ ചോദിക്കണം, നിയമം എല്ലാവർക്കും ഒന്നല്ലേ സാർ? മുൻ DGP ആർ ശ്രീലേഖയുടെ വിവാദ പരാമർശം ആദ്യം നമുക്ക് നോക്കാം. കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസർ, DGP റാങ്കിലിരുന്ന് വിരമിച്ച വ്യക്തി. അവർ ഈയിടെ പോലീസിനോട് പറഞ്ഞത് എന്താണെന്നോ? പോടാ പുല്ലേ എന്ന്. കേൾക്കുമ്പോൾ ഒരു കോമഡി സിനിമയിലെ ഡയലോഗ് പോലെ തോന്നാം, പക്ഷേ സംഗതി ഗൗരവമാണ്. വിശകലനം ചെയ്തു നോക്കുമ്പോൾ യൂണിഫോം ഊരിക്കഴിഞ്ഞാൽ പോലീസ് വെറും പുല്ലാണ് എന്നാണ് മാഡത്തിൻ്റെ ലൈൻ. ഇതേ മാഡം സർവീസിലിരുന്നപ്പോൾ ആരെങ്കിലും ഒരാൾ ഒരു പോലീസുകാരനോട് ഇങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു പുകിൽ? അതൊരു ഔദ്യോഗിക കൃത്യനിർവഹണ തടസ്സപ്പെടുത്തലാകുമായിരുന്നു. ഇന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം. ഇതിനെയാണ് നമ്മൾ ശുദ്ധമായ ഇരട്ടത്താപ്പ് എന്ന് വിളിക്കുന്നത്.